Next group. Next group and leader. Who is the leader? Arunika. Okay. Second group, pillars. Where is system? Second group, pillars. Third group, who is the leader? Okay. Brain. So trees, pillars and brain. Trees, pillars and brain. How do you know? Got it? So now on the your group, നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ലേബിൾ വിൻ ചെയ്ത് യുവർ ടീം വിൽ ഗെറ്റ് പോയിന്റ്സ്. ക്ലിയർ ആണോ? ലാസ്റ്റ് തിങ് ബ്രെയിൻ. ഓക്കെ. ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് ഫിലോസഫിക്കൽ കാര്യങ്ങൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെയും ബ്രെയിനിനെയും റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കുക, നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് എങ്ങനെ നേടാൻ സാധിക്കുക, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡിസയറിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തത് അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യമാണ് സെൽഫ് സജഷൻ. കേട്ടോ? സെൽഫ് സജഷൻ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ആഗ്രഹമെല്ലാം ഉണ്ടെങ്കിൽ ആദ്യം പറയുന്നത് ആരാണ്? ഞാൻ തന്നെയാണ് പറയുന്നത്. വേറെ ആരെങ്കിലും നീ നാളത്തെ എഞ്ചിനീയർ ആയിക്കോ, IAS ആയിക്കോ, അല്ലെങ്കിൽ ക്രിക്കറ്റർ ആയിക്കോ, അല്ലെങ്കിൽ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ. സോ ദാറ്റ് ഷുഡ് കം ഫ്രം അവർ മൈൻഡ്. ദാറ്റ് ഇസ് സെൽഫ് സജഷൻ. മനസ്സിനോട് നമ്മൾ തന്നെ പറയണം, നമ്മൾ തന്നെ ടോക്ക് ചെയ്യണം. എന്ത്? ഞാൻ എന്തായി മാറണമെന്ന്. മനസ്സിനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. മനസ്സെപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും, തറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടത്തുവാനായി മൈൻഡിനോട് സെൽഫ് സജസ്റ്റ് ചെയ്യണം. സോറി, ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്താണെന്ന് അറിയാം, എന്താണെങ്കിലും. സോ ഫസ്റ്റ് തിങ് ഈസ് സെൽഫ് സജഷൻ. സെക്കൻഡ്, വിഷ്വലൈസേഷൻ. ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് ഇപ്പോഴെ പറയാനുള്ള കാര്യമാണ്. കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാർത്തോ മൈതാനത്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കുട്ടികൾ. അപ്പോഴാണ് ആകാശത്തിലൂടെ കുറേ പക്ഷികൾ പറന്നു പോകുന്നത്. അവർ അന്ന് പോലെ ചിന്തിച്ചു എങ്ങനെ ആകാശത്തിലൂടെ പറക്കാം. എല്ലാ ദിവസവും ചിന്തിക്കുകയാണ് ഞങ്ങൾ പറക്കുന്നു, ഞങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്നു. എങ്ങനെയാണോ അറിയത്തില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, 300 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ വിഷ്വലൈസ് ചെയ്യുകയാണ്. വി ആർ ഫ്ലൈയിങ് above the land. We are flying through the sky. We are flying inside the clouds. Every day they are visualizing what they are going to be. അപ്പോൾ കൂട്ടുകാരെ ഇവർക്ക് വട്ടാണ്. അന്ന് വിമാനം പോയിട്ട് ഈ സൈക്കിൾ കൊണ്ടുവന്നിട്ടാണ് ആ സമയത്ത് അവർ ഇത് വിഷ്വലൈസ് ചെയ്തു. അതാരായിരുന്നത്? റൈറ്റ് ബ്രദേഴ്സ്. നിങ്ങളെല്ലാവരും അറിയാം, റൈറ്റ് ബ്രദേഴ്സാണ് വിഷ്വലൈസ് ചെയ്ത് അവരത് ആയിത്തീരുകയും ചെയ്തു. ഇതൊരാളുടെ കഥ മാത്രമല്ല, അനേകം ആളുകളുടെ കഥയാണ്. ഫോർ എക്സാമ്പിൾ, ഒത്തിരി പേരുടെ കഥ പറയാം. വാൾട്ടൺ ഡിസ്നി കേട്ടിട്ടുണ്ടോ? ആരാണ്? ഡിസ്നിലാൻഡിന്റെ ആളാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് വീടും കുടിയുമില്ലാതെ പട്ടിണി ഭാഗമായിട്ട് ഒരിക്കലും താമസിക്കാൻ സ്ഥലം തരാമോ എന്ന് ചോദിച്ചു. എങ്ങും സ്ഥലമുണ്ടായില്ല. അവസാനം ഏതോ വീടിന്റെ ഒരു പൊട്ട മുറിയിലേക്ക് അദ്ദേഹത്തെ കയറ്റി. ഇവിടെ സ്ഥലമുണ്ട്, വേണം ഇതിനകത്ത് നിർമ്മാണം പറഞ്ഞു. എന്ത് പറ്റിയെന്നറിയാമോ? അതിനകത്ത് നിറച്ച് എലിയായിരുന്നു. എലി അദ്ദേഹത്തെ കഴിക്കാൻ തുടങ്ങി, വാങ്ങാൻ തുടങ്ങി, ചൊറിയാൻ തുടങ്ങി. അദ്ദേഹം മൊത്തം അസ്വസ്ഥനായി മാറി. കഴിഞ്ഞപ്പോൾ എലിയുടെ സ്വഭാവ രീതികളും എലിയുടെ ചലനങ്ങളും എലിയുടെ മൂവ്മെന്റുമെല്ലാം അദ്ദേഹം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നാം പറയുന്ന മിക്കി മൗസും ഡിസ്നിലാൻഡ് ഉണ്ടായത്. സോ സ്റ്റാർട്ട് വിഷ്വലൈസ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു. Start visualize what you are going to do. ഞാൻ സാറ് വന്നവർ ചോദിച്ച ചോദ്യമാണ്, 10 വർഷം കഴിയുമ്പോൾ ഞാൻ ആരായിത്തീരും ചോദിച്ചില്ലേ? 10 വർഷം കഴിയുമ്പോൾ ഞാൻ ആരായിത്തീരും.
അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഓരോ ദിവസവും നാം വിശ്വസിച്ച് ചെയ്യുന്ന കാര്യം അതാണ്. എക്സാമ്പിൾ കുറേ നമ്മുടെ ലൈഫിൽ ഒത്തിരി വെയിൽസ് ഉണ്ട്, പല എനർജിയുള്ള വെയിൽസ് ഉണ്ട്. നമ്മൾ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്തിന് മുമ്പ് ഉണരാൻ പോകുന്ന അല്ലെങ്കിൽ പാതി ഉറക്കത്തുള്ള സമയത്താണ് തീറ്റ വെയിൽസ് ഏറ്റവും കൂടുതൽ സൂപ്പർ സോണിക് ആയിട്ടുള്ള വെയിൽസ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നാം ചിന്തിക്കുന്ന കാര്യത്തെ പ്രാപ്തമാക്കാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് നാം വിഷ്വലൈസ് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് സാധ്യമാകും. ഞാൻ പറഞ്ഞ 3 മൈൻഡിനെ കുറിച്ച് പറഞ്ഞില്ല. കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് നമ്മളിപ്പോൾ കാർ മുമ്പിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. പക്ഷെ ചെറുപ്പത്തിൽ നമ്മുടെ അപ്പ അല്ലെങ്കിൽ അമ്മ പറയുകയാണ്, നീ പൊട്ടനാണ്, നിന്നെ കൊണ്ട് എന്ത് പോകാം, നീ ഒരു വമ്പന വളരെ വിദ്യാട്ടോ, നീ എന്താണ് സുന്ദരനാണ്, നീ നന്നായിട്ട് പഠിക്കണല്ലോ. അത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു 80% നമ്മുടെ കുട്ടികൾക്കും സബ് കോൺഷ്യസ് മൈൻഡ് ബ്ലാങ്ക് ആയിട്ടാണ് നമ്മൾ ജനിക്കുമ്പോൾ. വെരി ബ്ലാങ്ക്, ഒരു ക്ലീൻ സ്ലൈറ്റ് ആണ് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ജനിക്കുമ്പോൾ. പക്ഷേ നാം ഇത് കേൾക്കുന്ന എനിക്ക് കുഞ്ഞു കുട്ടിയുണ്ട്, അങ്ങോട്ട് പോകുമെന്ന് പറയും, അപ്പം പറയും അങ്ങോട്ട് പോലെ അത് എടുക്കല്ലേ. സോ നോ എന്നുള്ള കമാൻഡാണ് നമുക്ക് ചെറുപ്പത്തിലേ കിട്ടാൻ സാധ്യതയുള്ളത്. പേരൻസ് പലപ്പോഴും പറയുമായിരിക്കും, നീ പഠിക്കില്ല, നീ അവൻ താല്പര്യം നോക്ക്, അവൻ അങ്ങനെയായി ഇങ്ങനെയായി, അവൻ അധികം എന്തിനു കൊള്ളാം എന്ന് പറയുമ്പോൾ ഒത്തിരി പേരൻസ് ഉണ്ടാവും. എൻ്റെ അടുത്ത് ഒരു കുട്ടി ഒരിക്കലും അവർക്ക് അത്രയും വ്യക്തികൾ ആർക്കും ഉണ്ടാകുന്നില്ല. എൻ്റെ സാറേ എൻ്റെ അപ്പൻ എന്നെ ഒരിക്കലും മോനെ എന്ന് വിളിച്ചിട്ടില്ല, ഒരു ചെറിയ പറഞ്ഞിട്ട് മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ. അത്രയും കുട്ടിയോട് ആർക്കും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ ബ്രേക്കപ്പ് ഇസ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവ് ആവാനുള്ള കാരണം എന്താണ്? ഇതാണ് നാം കാണുന്നത്, നാം അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നിരിക്കുന്നു. അത് മാറ്റാൻ വേണ്ടിയാണ് ഞാനീ പറയുന്ന സെൽഫ് സജഷനും പിന്നെ പറയാൻ വിഷ്വലൈസേഷനും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ നമ്മൾ കണ്ടിന്യൂസ് ആയി വിഷ്വലൈസ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി നാം ആഗ്രഹിക്കുന്ന കാര്യത്തെ ചെയ്യുവാനായി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം ഇതിനാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ ആരും പറയണ്ട, ഒന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി തിങ്സ് വിൽ ഹാപ്പൻ. അവിടെ ഞാൻ പറയുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. 2 തരം മോട്ടിവേഷൻ ഉള്ളത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന മോട്ടിവേഷൻ പേരാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഞാൻ പുറമെ നിങ്ങളോട് പറയാം, കുറെ പേര് എന്നാ പറയും, ഇതൊക്കെ കുറെ പേര് ഉള്ളിനുള്ളിൽ തീയായിട്ട് നിൽക്കുകയാണ്. ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻസൈഡ്. That will be constant, that will be sustainable, that will achieve your goal. അല്ലാതെ ടീച്ചേഴ്സ് ഉപദേശിക്കും പോകും, പേരൻസ് വായിക്കും കേൾക്കും പോകും, ഒരു പുസ്തകം വായിക്കും കേൾക്കും പോകും, ഒരു മോട്ടിവേഷൻ വീഡിയോ കാണും കേൾക്കും. പക്ഷെ ഉള്ളിൽ നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് ആരും പറയാതെ ചോദിക്കാതെ ചെയ്യും. നിങ്ങൾ എടുത്തു നോക്കിയാൽ വിജയിച്ച ഏതാളെ എടുത്തു നോക്കിയാൽ മതി, അവരുടെ പുറകെ ആരും തന്നിട്ടില്ല, ആരും പുറത്ത് തട്ടിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ 3 മണിക്കും ആരും പറഞ്ഞിട്ടല്ല. പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു, 2 മാർക്കും 0 മാർക്കുമായിരുന്നു 7ാം ക്ലാസ് വരെ. അത് ടീച്ചർ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇങ്ങനെ പോയാൽ രക്ഷപ്പെടുമോ, ഇത് നല്ല കഴിവുണ്ടല്ലോ. അത് ഞാൻ വിശ്വസിച്ച് ചെയ്തു. ഏറ്റവും കുറയിലാണ് എൻ്റെ മാർക്ക്. ഞാൻ പോകുമ്പോൾ ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്കായിരിക്കും. I started visualizing that from the 8th class onwards. At the end of the class, 12th ആയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ആളുടെ പേരും ഫോട്ടോയുടെ പേപ്പറും വരും. So that is visualization. അങ്ങനെ സാധാരണ എല്ലാവരും അടിച്ചടിച്ച് എല്ലാ ദിവസവും വൈകിട്ട് പേരൻസ് വീട്ടിൽ ആരും വരും. ഈ നിന്റെ മോൻ എന്നെ അടിച്ചു, അവരെന്നെ തൊഴിച്ചു, അവരെന്നെ ചീത്ത വിളിച്ചു, ഇപ്പം പറയാൻ കുറ്റക്കേടാന്ന് പറഞ്ഞ് എല്ലാ ദിവസവും പേരൻസ് ടീച്ചേഴ്സും വരും. ടീച്ചർ വിളിച്ചിട്ട് മോനെ അന്ന് ആ സ്റ്റാഫുകളെ പുറത്തിറങ്ങി തീരുമാനിച്ചു, I will do it. So that visualization of that day onwards, that changed my life. So visualization എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. സെൽഫ് സജഷൻ, സ്റ്റാർട്ട് വിഷ്വലൈസിംഗ്. അവോയ്ഡ് ഓൾ എക്സ്റ്റേണൽ സർക്കംസ്റ്റാൻസസ്. പുറത്തുള്ളവർ പലതും പറയും, പലതും ചിന്തിക്കും,
പല സർക്കംസ്റ്റാൻസ് ഉണ്ടോ, എനിക്ക് പൈസയുണ്ടോ, എനിക്ക് പേരൻസ് വിദ്യാഭ്യാസമുണ്ടോ, എനിക്ക് ബുദ്ധിയുണ്ടോ, വിവരമുണ്ടോ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇന്നാണ് സാറ് വളരെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. സാറ് വലിയ അതിഗംഭീരമായിട്ട് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇറക്കി മറിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വെരി സിമ്പിൾ മാൻ, ബട്ട് ഹി ഇന്റർനാഷണൽ റിനോൺഡ് പേഴ്സൺ. So start visualize what you are, what you want to be. Okay, next, very important. Along with visualization, we should manifest our goals. Manifestation will say manifestation. 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 Christian manifesto, Lincoln manifesto. What is manifesto? Manifesto ചെയ്യുക, പ്രസംഗിക്കുക, അല്ലെങ്കിൽ പരസ്യമാക്കുക, പ്രഖ്യാപിക്കുക. ഞാൻ ഇന്നതാകുമെന്ന് മാനിഫെസ്റ്റ് ചെയ്യുക, ഇന്നതായി എന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യാൻ മാത്രം പോരാ, നമുക്ക് കാണുന്ന സ്ഥലത്ത് നാം എഴുതി വയ്ക്കുക. ഞാൻ രാവിലെ പല ദിവസത്തെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവിടെ എഴുതി വയ്ക്കുക. ഞാൻ ടോയ്ലറ്റായിട്ട് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ എഴുതി വയ്ക്കുക. എല്ലാ ദിവസവും ആ പുസ്തകത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എഴുതി വയ്ക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുക, I am an IAS officer. I am an IAS officer. I am an advocate. I am an ISR scientist. So that is manifestation. But never disclose your secret goals to anyone. That is the golden principle. നിങ്ങളുടെ ഉള്ളിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ never disclose to public. നിങ്ങൾക്ക് മാത്രമാണെങ്കിൽ നല്ലത്, വേണമെങ്കിൽ വളരെ വിശ്വസ്തമായ ആളോട് പറയാം, never disclose to anyone. Chase your goals secretly to God of principle. അതിന് കുറേ സയൻസ് ഞാൻ പിന്നെ പറയാം. ദാറ്റ് ഇസ് വെരി നെഗറ്റീവ്. അത് കേൾക്കുന്ന ആൾ നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി അഫക്റ്റ് വാട്ടെവർ വി ആർ. സോ നെവർ ഡിസ്ക്ലോസ് യുവർ ഗോൾസ് പബ്ലിക്, ബട്ട് യു ക്യാൻ കീപ് ഇൻ എ ലൂപ്പ്. വളരെ എഫക്റ്റീവായിട്ടുള്ള പേരൻസിനോട് പറയാം, ഇതിനെ സഹായിക്കുന്ന തോന്നിലൂടെ മാത്രമേ ആ ഗോൾ പറയാവൂ. നിങ്ങളോട് ഇഷ്ടംപോലെ ഒരാളോട് പോയിട്ട് അല്ലെങ്കിൽ പബ്ലിക് ആകുവാണെന്ന്. സോ ദാറ്റ് ഈസ് മാനിഫെസ്റ്റേഷൻ. ഞാൻ ഇന്നതാണ് ആഗ്രഹം എന്നുള്ളത് നിങ്ങൾ എഴുതുക, എല്ലാ ദിവസവും എഴുന്നേറ്റ് പറയുക, നിങ്ങൾ കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കുക. മോനെ എടുത്തോ, എല്ലാ ഈ സാധനം പറയുന്നത്. ഓക്കെ, സോ സെൽഫ് സജഷൻ, വിഷ്വലൈസേഷൻ ആൻഡ് മാനിഫെസ്റ്റേഷൻ. So let's do a quick game right now. Okay. നിങ്ങൾ ഗെയിംസ് പോയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കും, ഡ്രസ്സ് കംഫർട്ടബിൾ ആയിരിക്കും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് നോക്കുന്നതാണ്. കംഫർട്ടബിൾ ആണെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ടീമിന് സമ്മാനം മേടിക്കാം. ഫസ്റ്റ് ടീം ലൈനപ്പ് ചെയ്യാം. ഫസ്റ്റ് ടീം നമ്പർ 1. ദിസ് ഗെയിം ഈസ് കോൾഡ് ആസ് കിങ് ദ സ്നേക്ക്. കിങ് ദ സ്നേക്ക് ഉണ്ടോ? അവരെ ഗ്രൂപ്പിനെ പോയിട്ട് എന്നാ പോലെ ഓക്കെ. സ്കിൻ ദ സ്നേക്ക് എന്നാണ് ഗെയിമിൻ്റെ പേര്. എന്താ മനസ്സിലായോ? സ്കിൻ ദ സ്നേക്ക് എന്തിനാ? അല്ല, പാമ്പിൻ്റെ തൊലി പൊളിക്കുക. ബ്യൂട്ടിഫുൾ ഗെയിം. പിന്നെ പാമ്പിൻ്റെ തൊലി പൊളിച്ച ഗെയിമാണ്. ഓക്കെ, ഏത് സൈഡിൽ നിൽക്കാം? ലൈനപ്പ്. Let us we are very functional and okay. One side, one silent. Let us go. Okay. ഈ ഗെയിം ഡിഫിക്കൽട്ട് ആവുന്നത് നിങ്ങൾ ഒന്നും പറയില്ല. എൻജോയ് ചെയ്ത് ഗെയിം ചെയ്യും, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഏറ്റവും വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ ജയിക്കണം. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ടീമിൻ്റെ ഡ്രീംസ് അല്ലേ, ഡ്രീംസ്. ഞാൻ പേടിച്ച് കളിച്ചിട്ടൊന്നും കാര്യമില്ല. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗെയിമാണ്. ഓക്കെ, ഞാൻ സാധാരണ ഞാൻ ഗെയിം ചെയ്യുന്നത് കൈ ഇടുക, അടുത്ത കൈ മനസ്സിലായോ? ഇങ്ങനെ കൈ വെക്കുക, അടുത്ത കൈ വെക്കുക, ഇങ്ങനെ കൈ വെച്ചിട്ട് അടുത്ത കൈ വെക്കുക. അവിടെ പറഞ്ഞ ബി വെരി ഓപ്പൺ നോക്കിട്ടായിരുന്നു യു ഡു ലൈക്ക് ദാറ്റ്. Then I will give you everything. Okay, no problem. It's a very funny and fantastic game. Okay, സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ടൈം സ്റ്റാർട്ട് now. 2 minutes. ഏതൊക്കെ നിന്റെ ഓക്കെ.
സ്റ്റാർട്ട് ചെയ്തേ പറയാം. ഓക്കെ ഓക്കെ പറയാം അതിൻ്റെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യും. ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. ഞാൻ പറയാം ഡു ഇറ്റ്. അതിനുശേഷം ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ബാങ്കിലേക്ക് പോയി ഏറ്റവും ഫ്രണ്ടിലേക്ക് ആൾ ബാങ്കിൽ ചെല്ലാനാണ് ഗെയിം അവസാനിക്കുന്നത്. അങ്ങനെയാണ് പാമ്പിനെ പോലെ വിളിക്കുന്നത്. സ്കിൻ ദ സ്റ്റേറ്റ്. ഗ്രൂപ്പല്ല, നിങ്ങൾ വേദിക്ക് പോകണം. മറ്റേ വേദിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ ജയിക്കുള്ളൂ. അതാണ്. അപ്പോൾ ഒന്നും എന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. സ്റ്റാർട്ട് ആയിരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞോ നിൽക്കാൻ കഴിഞ്ഞാൽ വിളിക്കാം. ഓക്കെ ഓക്കെ അങ്ങനെ വിളിച്ചില്ല. അതെ അല്ലേ റൈറ്റ് ഇവിടെ വിളിച്ചോ. ഡിഫിക്കൽട്ടി. ഓക്കെ എന്താ ഞാൻ പറഞ്ഞിരുന്ന ഗെയിം കളിക്കുന്നതിനാണ് സൂക്ഷിക്കാനുള്ളത്. ഓക്കെ നീ വിളിച്ച ഇത് ചെയ്യേണ്ടത് ഈ ആള് ഏറ്റവും ബാക്കി എത്തണം. വിത്തൗട്ട് അൺഹോൾഡിംഗ് ദ ഹാൻഡ്. ഏറ്റവും ബെറ്ററിൽ ഏറ്റവും ലാസ്റ്റ് ചെയ്യണം. മനസ്സിലായി? ഇതിനൊക്കെ ആലോചിച്ച് ഞങ്ങൾ നിങ്ങളോട് തീരുമാനിക്കാം. ഏറ്റവും ബെറ്ററിൽ ഏറ്റവും അടുത്ത് ചെയ്യിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കിലേക്ക് മനസ്സിലായി. ഒരാൾ ബാക്കിൽ മറ്റൊരാൾ ഫ്രണ്ടിൽ വരണം. ബാക്കിലേക്ക് ഓക്കെ ആലോചിച്ച് ഞങ്ങൾ ആറ് ഫ്രണ്ടിലേക്ക് ആര് ബാക്കിലേക്ക് സമയമില്ല മനസ്സിലായില്ലേ? ഞാൻ കാണിച്ചു പറയാം. മനസ്സിലാവാതെ ശ്രദ്ധിക്കുക. ഞങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് ഫോണിൽ ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്തിട്ട് മാർക്ക് പോകും. കുറച്ച് ഓവർവേറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഡിഫിക്കൽട്ടായിട്ട് ഗെയിമാണ്. ഇല്ലെങ്കിൽ ഇഷ്ടമാകും. അല്ലെങ്കിൽ അടുത്ത നിങ്ങൾ അവർക്ക് കൊടുക്കും. ഓക്കെ 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 കൈ വിടാൻ പാടില്ല. നിങ്ങൾ അപ്പുറം ചെല്ലണം. ബാക്കിലേക്ക് പോകണം. ബാക്കിലേക്ക് പോകണം. ഓക്കെ മനസ്സിലായില്ലേ? നീ എങ്ങനെയാണ് ഇവിടെ മേടിക്കാൻ ഇവിടെ മേടിക്കാൻ അതെ തന്നെ മാക്സിമം കുഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ. ബുദ്ധിമുട്ടാണ്. ഇത് ചെയ്ത് ഈ ഒരു ഗെയിം ഞാൻ ചെയ്യില്ല. കാരണം ഇൻട്രസ്റ്റിംഗ് ഗെയിം. അത് കുടിയനാ കുടിയൻ
Yeah, yes, yes, yes. This is the game. This is the game. Okay. Time is out. This is Peter's name. Samay out. Okay. Time is out. So this team is out from the game. Okay. Time is out. Okay, out. Okay, so team dreams point out of 10, let us give them 3 marks. 3 marks. Next team, 3 marks. 3. Next team, come fast. Come. Fast. समय मिला आपको आइडिया समय को तो प्लीज कम फास्ट एंड कंप्लीट फास्ट कंप्लीट ओके स्टार्ट आओ रेडी आओ ये आवाज ऐसे बाकी वाला आ रहा है सही है इसलिए ही कई बड़ा बात है अभी तो ओके ये आप सही तरह से एक्टिव हो गए हां देख ओके रेडी ओके रेडी 1 2 3 स्टार्ट कैसे बहुत टाइम से अब देखा स्टार्ट कर दो तक ये दो अब सेंटरिंग वो और अरे ना सेंटरिंग वो No what happened और समझेंगे that is the funny thing और पूरे में गाना नहीं तो बाहर नहीं रहा था और ना पूरे में कहीं नहीं भी है up तो समझ लो आप पूरा नहीं कर लो और मुझे वही है और 2 more percent 4 more percent still again okay so there is no way what is going on what is the story अरे क्या सॉफ्टवेयर सॉफ्टवेयर के लिए नंबर मूव कर दो और कितना यही पीछे रहती बोली ओके 1 minute 40 seconds, but they still couldn't complete because lack of time and mistake. So team number 3 first. Team number 3. Very 7 marks. 7 out of 10. And then the last year, whatever you will see, make it push now. So you think about that. No, where is that? Will you get out of it? So these are points by 2 marks. First year, also 9 marks. ಇಲ್ಲ ಅವಡೇನು Okay, ready ayo ready now so now ready now okay ready 1 2 3 start up आइए तो आजा नीचे up रखो टाइम दिया बोल रहे up नीचे दिया है
in the stage. Because of practice, you are able to do this. Come on, come on. Up, 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 up. Up, about to finish. Inching towards the destiny. But again, you can do that. With the sword in the hand, you can do this. Come on, come on. Come on, come on. Right. This is the beauty of teamwork and planning. They are not in it. No, something wrong. Something going to happen. Still you can do this. Still you can do this. What happened? What happened? Nothing happened. Yes. Come on. Come on. Okay, I don't know what happened. Something happened. Jump forward, one more person. Yeah. Come on, go. Wow. Something wrong happened here. What happened? Whoa. That is the wrong thing, but we can give them time once. Right. So, go back to seat. Okay, master? Bring squad 5. 7 and 9. Okay. So, ഞാൻ പറഞ്ഞു വന്നത് എന്തൊക്കെയാ പറഞ്ഞത്? Self suggestion, then visualization, then no. Manifestation. The fourth thing is affirmation. Affirmation or repetition. Affirmation is a very beautiful word in psychology. മനഃശാസ്ത്രത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഡാണ് അഫർമേഷൻ. അഫർമേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ടീച്ചർ എപ്പോഴും പറയുന്ന കാര്യമാണത്, മക്കളെ നിങ്ങൾ റിവൈസ് ചെയ്യണം, അല്ലേ? റിവൈസ് ചെയ്യണം. ദാറ്റ് മീൻസ് റെപ്പിറ്റേഷൻ. അഫർമേഷൻ നാം വിശ്വസിച്ച കാര്യം, നാം ചിന്തിച്ച കാര്യം, നാം ആഗ്രഹിച്ച കാര്യം, നാം ചെയ്യുന്ന കാര്യം we have to repeat. We have to affirm again and again. നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, നാം അത് എഴുതിക്കൊണ്ടിരിക്കണം, നാം അത് പറഞ്ഞുകൊണ്ടിരിക്കണം. That actually has to be continued always. What you want to become, my dear? This is the problem. We forget when we are swirled into the game. The world into the game. Then ചോദിച്ചത് what do you want to become? ചോദിച്ചാൽ നമ്മുടെ ലക്ഷ്യത്തെ കുറിച്ച് മറന്നു പോകാൻ പറ്റാത്ത വിധത്തിൽ എപ്പോഴും മനസ്സിനോട് പറയണം, എഴുതണം, അഫേം ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ഒരു 200ഓളം ലൈഫ് ഓപ്ഷനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 250 പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. That you can see in the YouTube, but lots of activities for affirming yourself. ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അഫർമേഷൻ അല്ലെങ്കിൽ റെപ്പിറ്റേഷൻ അല്ലെങ്കിൽ റൈറ്റിംഗ് ചെയ്യാനുള്ള ലോട്ട്സ് ഓഫ് സ്ട്രാറ്റജീസ് അവൈലബിൾ ഓൺ യൂട്യൂബ്. സോ സേവ് ദ ഗോൾ അഫർമേഷൻ, ഹൗ ടു അച്ചീവ് യുവർ ഗോൾ. ലാസ്റ്റ് തിങ് ഈസ് പ്രയറൈസ്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആകണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതായിരിക്കാം, ദൈവമാതാവ് പ്രാർത്ഥിക്കുന്നതായിരിക്കാം, കൃഷ്ണനാകാം, ഭൂമിയാകാം, പ്രകൃതിയാകാം, ശക്തിയാകാം, എനർജിയാകാം. But there is always 10% chance. There is always 10% left. So we have to prioritize everything. We have to meditate every day that this is my God, this is my ambition, I want to achieve this. Please help God or whoever, the parents or teachers. We need to get help from everyone. Yes or no? Yes. So now I am good. Very good. Great. Great is what I want to do. Next second. I am rich. Very rich. Great. I am healthy. Very healthy. Great. For example, I am an IPS officer. I am a great IPS officer. I am an IFS officer. I am a good IFS officer. I am a great IFS officer.
അപ്പോൾ അടുത്ത് പലതായിരിക്കും അല്ലേ? സോ ആദ്യം എന്താണ്? ഐ ആം ഗുഡ്, വെരി ഗുഡ്, ഗ്രേറ്റ്. ഐ ആം റിച്ച്, വെരി റിച്ച്, ഗ്രേറ്റ്. ഐ ആം ഹെൽത്തി, വെരി ഹെൽത്തി, ഗ്രേറ്റ്. ഐ ആം ഹെൽത്തിയസ്. ബാക്കി പറഞ്ഞോളാം. ലാസ്റ്റ് പറയുന്നത് എഴുന്നേറ്റ് എന്ന് പറയണം. ആക്ടിവിറ്റീസ് ഐ ആം ഡൂയിങ് എവറി ഡേ മോർണിംഗ്. ആദ്യം എഴുന്നേറ്റ് 5 AM തൊട്ട് ഞാൻ പിന്നെ സമയം കിട്ടുവാണെങ്കിൽ ഐ വിൽ കം ആൻഡ് ടേക്ക് ക്ലാസ്സസ് ഇൻ യുവർ സ്കൂൾ. 5 AM തൊട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയ ക്ലബുണ്ട്. റോബിൻ ശർമ്മ എന്ന് പറഞ്ഞ പ്രശസ്തമായ മോട്ടിവേഷൻ സ്പീക്കർ ഡിസൈൻ ചെയ്തതാണ്. That club make sure that you will reach whatever you are dreaming. Okay. So every day morning ആദ്യം ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. That is a example of affirmation. Okay. അറിയാമോ? അവസാനത്തെ പറയുമ്പോൾ എഴുന്നേറ്റ് എന്ന് പറയണം. ഇത് വളരെ ശക്തിയിൽ പറയണം. ചുമ്മാ വെരി ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡാണോ? അത് മനസ്സിലാക്കണം സാർ. ഞാൻ ഗുഡാണ്, ഞാൻ വെരിക്കാണ്, ഞാൻ IPS ആണ്, ഞാൻ IAS ആണ്, എഞ്ചിനീയർ ആണെന്നുള്ളത് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, റെഡി? 1 2 3 ഗോ. ഏറ്റവും അവസാനത്തെ മാത്രം കേട്ടില്ല. ഞാനാണെങ്കിൽ എന്റെ ആണെങ്കിൽ ഏറ്റവും പറയും ഐ വാണ്ട് ടു ബി പറയണ്ടേ? അതാണല്ലോ ശക്തി എന്ന് പറയുന്നത്. One more chance, I will sit down. Hello, you mic is off. Okay, ready? 1 2 3 go. I am good, very good, great. I am rich, very rich, great. I am healthy, very healthy, great. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. ഐ ആം ഗുഡ്, വെരി ഗുഡ്, ഗ്രേറ്റ് മീൻസ് ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഐ ആം ഹെൽത്തി മീൻസ്